ഗാമിനെ വണ്ടിയൊക്കെ ഇടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് യോൻബെക്ക് ഗാംഗിലെ അംഗമായിട്ടുള്ള മിൻഹോനായിരുന്നു. നിന്റെ ഫൈറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടവുമായി. നീ ഞങ്ങളുടെ ടീമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ടീമിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല, ഞങ്ങളും പഠിച്ച് കോളേജിലൊക്കെ പോകാനായിട്ട് പോവുകയാണെന്നായിരുന്നു ഗാമിന്റെ മറുപടി. നീ ആ യോബല്ലേ, നീ നേരത്തെ മറ്റൊരു സ്കൂളിലൊക്കെയല്ലേ പഠിച്ചത്, ഇപ്പോൾ ഇവരുടെ കൂടെയാണോ പഠിക്കുന്നത്? നീ എന്തിനാണ് അവിടെയൊക്കെ പഠിക്കുവാനായിട്ട് പോയിട്ടുള്ളത്? ആദരാഞ്ജലിക്ക് അർപ്പിക്കുവാനായിട്ടായിരുന്നോ, അതോ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു എന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴത്തേക്കും യോബിനും ദേഷ്യമൊക്കെ വന്നിട്ട് മിൻഹോനെ തല്ലുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും മിൻഹോൻ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. സെഹ്യോണും ഹിയോണും കൂടി ചേർന്നിട്ട് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ടാക്സിയിലൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഒരു കാറൊക്കെ പോയിട്ടുണ്ടായിരുന്നതും അതിന് പിന്നാലെ യോബ് ബൈക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നതും അവരുടെ ശ്രദ്ധയിലും പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഗുണ്ടകളെ എല്ലാവരും തന്നെ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്കൂൾ കുട്ടികളാണല്ലോ ഈ ഒരു റൗഡി സംഘത്തെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവാർഡോ അല്ലെങ്കിൽ മെഡലോ കിട്ടുമോ? അതൊക്കെ പോട്ടെ, കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ജിയോ ചോദിക്കുമ്പോഴത്തേക്കും ആളുകളെ ഉപദ്രവിക്കുന്നതും ഒരു തെറ്റ് തന്നെയാണ്. നിങ്ങളും ആ ഒരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളെ അറസ്റ്റ് ചെയ്യാതൊക്കെ ഞാൻ വിടുന്നതിന് നിങ്ങൾ എന്റെ അടുത്താണ് നന്ദി പറയേണ്ടതെന്ന് ഡിറ്റക്റ്റീവും അവരോട് പറയുന്നു. ജോൺ മരിക്കുന്നതിന് തുല്യമായിട്ടൊക്കെ തല്ലുകെട്ടിയിട്ടാണ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവന്റെ സിറ്റുവേഷനൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യുക? അവരെ തിരിച്ച് തല്ലുകയല്ലേ ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെ ജിയോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ പോലീസുകാരെ വേണം ആദ്യം അറിയിക്കുവാൻ. അങ്ങനെ ഞങ്ങൾ കൂടി വന്നിട്ട് വേണം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയും കണ്ടൊക്കെ ചെയ്യുവാൻ. അതല്ലാതെ നിങ്ങൾ ആദ്യമേ ചെന്ന് തല്ലൊക്കെ കൊടുക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഡിറ്റക്റ്റീവും ആളുടെ കയ്യിലുണ്ടായിരുന്ന കാർഡൊക്കെ അവരെയും ഏൽപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ പറഞ്ഞു വിട്ടതിന് ശേഷം ചീവും ടീമും നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ടോമൻ അവിടെ ഇല്ലായിരുന്നു എന്ന കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ചെല്ലുവാനായിട്ടായിരുന്നു ഗാമിന്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ ഫ്രണ്ട് ഒരു അപകടത്തിലൊക്കെ പെട്ടുപോയതാണ്. ആ ഒരു സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടായിരുന്നു ഞാനും പോയത്. എന്തായാലും ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ലേറ്റ് ആയിട്ടൊന്നും വരികയില്ല എന്നൊക്കെ ഗാമിനും അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. ഡിറ്റക്റ്റീവും ഇപ്പോൾ ലീനെ കോൾ ചെയ്തൊക്കെ നടന്ന കാര്യങ്ങളെ കുറിച്ച് അറിയിക്കുകയാണ്. എന്തായാലും യോൻബയ്ക്ക് ടീമിനെയൊക്കെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ അടുത്തു നിന്നും ഹാനൂളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കും. പറ്റുമെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് എന്തെങ്കിലും വകുപ്പൊക്കെ ഉണ്ടോ എന്ന് ഞാനും നോക്കട്ടെ. നീയും നിന്റെ സ്റ്റഡി ഗ്രൂപ്പിലെ കുട്ടികളും നല്ല രീതിക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളൊക്കെ നന്നാക്കുവാനായിട്ടും സാധിക്കുമെന്നൊക്കെ ഡിറ്റക്റ്റീവും ലീഡ് എടുത്തൊക്കെ പറയുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹാനൂളും മിൻഹോൻ വഴിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹാനൂളിന്റെ കയ്യിൽ ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെയും ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ട്. ലിസ്റ്റിൽ നിന്നും ലീക്കും ഗാമിനും 4 സ്റ്റാർസ് ഒക്കെ നൽകുകയാണ് ഹാനൂളും. ഇപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ളതെന്ന് അവനും പറയുന്നു. സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ മെസ്സേജസ് ഒക്കെ അയക്കുന്നു. ഇപ്പോൾ താൻ ഓക്കെ ആണെന്നൊക്കെ ജൂൺ ഫോട്ടോ സഹിതം കുട്ടികളെയൊക്കെ അയച്ച് കാണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ 5 പേരൊക്കെ ആയിട്ടുണ്ടല്ലോ. അടുത്തതായിട്ട് എന്താണ് ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന് എല്ലാവരും ഗാമിന്റെ അടുത്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗാമിനും നമുക്കൊരു ദിവസം 14 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് അവരോടും പറയുന്നു. അങ്ങനെ ഇരിക്കെ കുട്ടികളും വളരെയധികം കഷ്ടപ്പെട്ട് പല രീതിക്കൊക്കെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് അവർ ഒന്നിച്ച് സ്കൂളിലും വരുവാനായിട്ട് തുടങ്ങുന്നു. അവരങ്ങനെ സ്കൂളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവർ കോട്ട ഇട്ടിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ ജിൻ അവരെ പിടിച്ചു നിർത്തുകയാണ്. ഹിവൺ കോട്ടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരെ വഴക്കൊക്കെ പറഞ്ഞ് അവരോട് തിരിച്ച് വീട്ടിൽ പോയി കോട്ടൊക്കെ ഇട്ടോണ്ട് വരുവാനായിട്ട് കൂടി ജിനും അവരോട് പറയുന്നു. ചിവുന് അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലീയും അവിടെ എത്തിയതിനു ശേഷം കോട്ടയ്ക്ക് ഇടേണ്ട ടൈമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത്. ലീ ഒരു കുട്ടീനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് കുത്തൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ജൂണും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലീ ആണ് സ്റ്റഡി ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീച്ചർ എന്ന് കൂടി ജൂൺ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. ലീയും ഇപ്പോൾ നേരെ വൈസ് പ്രിൻസിപ്പാളിന്റെ അടുത്തൊക്കെ ചെല്ലുന്നു. സ്റ്റഡി ഗ്രൂപ്പിൽ പങ്കെടുക്കാനായിട്ടുള്ള 5 കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ലീയും അയാളെ അറിയിക്കുകയാണ്. മാത്രമല്ല ഹ്യൂനുവിന്റെ ഹാനുളിന്റെ പേരിലുള്ള ഒരു റിപ്പോർട്ട് കൂടി ലീയും അയാളെ ഏൽപ്പിക്കുന്നു. പണ്ട് ഇതേപോലത്തെ ഒരു റിപ്പോർട്ടൊക്കെ മറ്റൊരു ടീച്ചറും ഹാനൂളിനെതിരായിട്ടൊക്കെ വൈസ് പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീച്ചർ നമ്മുടെ യോബിന്റെ അമ്മയാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അന്ന് എത്രയും വേഗം ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടത്തണമെന്ന രീതിക്കായിരുന്നു ടീച്ചർ സംസാരിച്ചിട്ടുമുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചെല്ലാം തന്നെ വൈസ് പ്രിൻസിപ്പൾ ഇപ്പോൾ ഓർക്കുന്നു. സ്റ്റഡി ഗ്രൂപ്പിൽ നിലവിൽ 5 പേരൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലബ്ബൊക്കെ ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം അവർക്ക് സ്വന്തമായിട്ടൊരു റൂമും കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ലിയും കുട്ടികളെ അറിയിക്കുന്നു. ആദ്യമായിട്ട് ലീ അവരോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ് പല പല സ്കൂൾസിലൊക്കെ ഉണ്ടല്ലോ. സോ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലെ ആൾക്കാർ മറ്റൊരു സ്കൂളിലൊക്കെ പോയിട്ട് അവിടുത്തെ സ്റ്റഡി ഗ്രൂപ്പിലെ ആൾക്കാരുമായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കണമെന്ന രീതിക്കാണ്.
അങ്ങനെ ലീവും അവർക്ക് സോളിലെ ഒരു സ്കൂളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സോളിലെ സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു രീതിക്കൊക്കെ ഒരുങ്ങിയായിരുന്നു എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ ആ ഒരു വേഷത്തിലും മറ്റുമൊക്കെ വഴിയിലൂടെ നടക്കുമ്പോഴത്തേക്കും പലരും അവരെ നോക്കി കളിയാക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് രണ്ടുപേര് അവരുടെ പിന്നാലെയൊക്കെ വന്ന് കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ കളിയാക്കുന്നത്. പക്ഷേ ഇവർ ആരാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അവർക്ക് അറിയിക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ആ രണ്ടുപേരെ ജീവവും ചൂണും കൂടി ചേർന്ന് ഇടിച്ചതിന് ശേഷം ഇനി ഒരിക്കലും വേറൊരു സ്ഥലത്ത് നിന്ന് സോളിലേക്ക് വരുന്ന ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ കളിയാക്കി ഒന്നും തന്നെ സംസാരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കുട്ടികളുടെ അടുത്ത് സോറി പോലും ചോദിക്കുകയാണ്. എന്തായാലും ലീ കൂടി അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ആ രണ്ടുപേരോട് ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ ജീവവും പറയുന്നു. അങ്ങനെ അവർ ഓടിപ്പോകുന്നതൊക്കെ ലീ കണ്ടിട്ടുണ്ടായിരുന്നു. ലീ വിചാരിച്ചത് അത് ജൂണിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെയാണ്. എന്തായാലും ഇവർ 4 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഗാമൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഗാമൻ എവിടെയാണെന്നൊക്കെ ലീ ചോദിക്കുമ്പോഴത്തേക്കും സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കാണുവാനായിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതിന്റെ ഒരു നെർവസ്നെസ് കാരണം അവനും രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിലായിട്ട് ഉറങ്ങിയ സമയത്ത് താമസിച്ചായിരിക്കും അവൻ എണീറ്റിട്ടും ഉണ്ടാവുക എന്നൊക്കെ അവരും പറയുന്നു. ഈ ഒരു സമയത്ത് അവൻ ബസ്സിലായിരുന്നു ഉണ്ടായിരുന്നതും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വലിയൊരു സ്കൂളിലേക്കാണ് എത്തുന്നത്. ആ ഒരു സ്കൂളിന്റെ പേര് മാനിൽ ഹൈസ്കൂൾ എന്നൊക്കെ ആയിരുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ ലീഡ് സീനിയർ ആയിട്ടൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ രണ്ടുപേരും ക്യാമ്പസ് കപ്പിൾസ് പോലും ആയിരിക്കുമെന്നൊക്കെ കുട്ടികളും പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മാനിൽ ഹൈസ്കൂളിലാണ് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു മെസ്സേജ് ഒക്കെ അയക്കുക. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് വരുവാനായിട്ട് ഗവന് സാധിക്കുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേൾക്കുന്ന കുട്ടികളും അതൊക്കെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഇനി ആ സ്കൂളൊക്കെ വളരെ വലുതായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്കൂൾ തന്നെ ചെയ്തൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ആ സ്കൂളിലെ സ്റ്റഡി ഗ്രൂപ്പിനെയും ടീച്ചർ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡറിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ലീഡർ ഇവരെ മൈൻഡ് പോലും ചെയ്യാതെയൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പഠിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും മാനലി സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിലൊന്നും കൂട്ടാത്ത രീതിക്കൊക്കെ ആയിരുന്നു ബാക്കി കുട്ടികളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. സെഹുണും ഹീവണും കൂടി ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അവരുടെ സ്റ്റഡി റൂമൊക്കെ വളരെ നല്ലതായിരുന്നു. മാത്രമല്ല ആ കുട്ടികൾ പഠിക്കുന്നത് ടാബ്ലറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. അത് കൂടാതെ അവരുടെ പെൻസിലൊക്കെ ഇട്ടുവെക്കുന്ന ബോക്സിന് പോലും പാസ്കോഡൊക്കെ ഉണ്ട്. അവരുടെ പേനയുടെ മഷിക്കൊക്കെ പ്രത്യേകതയുണ്ട്. ആ ഒരു മഷിയൊക്കെ വെച്ചിട്ട് അവർ എഴുതുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ എഴുതിയതെല്ലാം തന്നെ ഇല്ലാതാകുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇവരും ഡിസ്കസ് ചെയ്യുന്നു. ഗാമിൽ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ അവനാകെ ഞെട്ടിപ്പോകുന്നതായിരിക്കുമെന്നൊക്കെ സിഹോൺ പറയുകയും ഇനി ബാക്കി രണ്ട് ടീം അതായത് ചീവവും ചൂണും കൂടി സംസാരിക്കുന്നതൊക്കെ കാണിക്കുകയുമാണ്. രണ്ട് കുട്ടികൾ തമ്മിൽ സംശയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ചീവവും ചൂണും ആ കുട്ടികൾ വളരെ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ താഴ്ത്തിയൊക്കെയായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറയുകയാണ്. കാമൻ ഇതുവരെയായിട്ടും സ്കൂളിൽ വന്നില്ലല്ലോ എന്നൊക്കെ ജോൺ പറയുമ്പോഴത്തേക്കും ഞാനും കൃത്യമായി തന്നെ സ്കൂളിന്റെ പേരൊക്കെ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജീവവും പറയുന്നു. ജൂണും ഗ്രൂപ്പിലെ മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് മാനിൽ സ്കൂളിന് പകരം മാനിക് സ്കൂൾ എന്നായിരുന്നു അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നിന് പകരം കെ ഒക്കെ ആയിപ്പോയി. നീ ഈ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചോ? നീ മാനിലിന് പകരം മാനിക് എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ മാനിക് സ്കൂളിൽ വല്ല അന്വേഷിച്ച് ഗമന് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോമഡി ആയി പോകുമെന്നൊക്കെ പറഞ്ഞ് ജൂൺ ചിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്കൂൾ ഒരിടത്തും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ജീവവും ചിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഗാമനും ഈ ഒരു സ്കൂളിന്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുകയാണ്. മാനിക് സ്കൂള് മാനുവൽ സ്കൂള് രണ്ട് സ്കൂളിന്റെ ബോർഡൊക്കെ അവൻ കാണുന്നുണ്ട്. രണ്ടും തൊട്ടടുത്തടുത്താണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ വീണ്ടും ഗ്രൂപ്പിലെ മെസ്സേജ് ഒക്കെ നോക്കുന്ന അവനും അത് മാനിക് സ്കൂളാണെന്ന് കൺഫേം ചെയ്തിട്ട് എന്തായാലും ഇത് തന്നെയാണ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാനിക് സ്കൂളിലേക്കൊക്കെ അവനും പോകുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.